നമസ്കാരം. കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലൂടെ നടത്തിയ ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ല. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള ഒരു തീരപ്രദേശ ഗ്രാമപഞ്ചായത്താണ് ആലപ്പാട്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ആലപ്പാട്. ഇവിടുത്തെ മെയിൻ റോഡിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ടച്ച് ചെയ്ത് പോകാം എന്നുള്ളത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. കാരണം ഈ നല്ല നീളമുണ്ട് ഈ പഞ്ചായത്തിന്, പക്ഷേ വീതി കുറവാണ്. കായലിനും കടലിനും നടുക്കായിട്ട് ഒരു ചെറിയ വരം പോലെ കിടക്കുന്ന ഒരു പഞ്ചായത്താണ് ആലപ്പാട്. എത്ര കണ്ടാലും മടുക്കാത്ത കടൽ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ മതി. ഇവിടുത്തെ രണ്ട് ബീച്ചുകൾ വളരെ പ്രശസ്തമാണ്. വടക്കേ അറ്റത്തുള്ളത് അഴീക്കൽ ബീച്ചും തെക്കേ അറ്റത്തുള്ളത് വെള്ളനാതുരത്ത് ബീച്ചുമാണ്. ഇവിടെ വിദ്യാഭ്യാസപരമായും വളരെ ഉന്നതി നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഉദ്യോഗത്തുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഗവൺമെൻറ് ജോലിക്കാരായിരുന്നു കൂടുതൽ. അങ്ങനെയാണ് ആ സ്ഥലത്തിന് ഉദ്യോഗത്തുരുത്ത് എന്ന പേര് വന്നത്. ഇപ്പോൾ ആ സ്ഥലത്തിന് സ്ഥിതി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ചെറിയഴിക്കലിനടുത്താണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ യാത്ര ആരംഭിച്ചത് വെള്ളനാതുരത്ത് നിന്നാണ്. വെള്ളനാതുരത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്, മുരുകനമ്പലം. അതുപോലെ തന്നെ അവിടെയാണ് അയ്യാറി ഖനനം ചെയ്യുന്ന സ്ഥലമൊക്കെ ഉള്ളത്. വെള്ളനാതുരത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് പണ്ടാരത്തുരുത്ത്. അവിടെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, മൂക്കുമ്പുഴ ക്ഷേത്രം. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രബോധിനി എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ ഒരു നീന്തൽത്താരം ഉണ്ടായിരുന്നു, ശ്യാമസ് പ്രബോധിനി എന്ന് പറയുന്ന അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് നീന്തലിനിടയിൽ കൈയും കാലുമൊക്കെ കെട്ടി നീന്തുന്ന വളരെ പ്രശസ്തനായിരുന്നു. അങ്ങനെ നീന്തുന്ന ഒരു സമയത്ത് തൊട്ടടുത്ത കായലിൽ വെച്ച് അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു. പണ്ടാരത്തുരുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രദേശമാണ് ചെറിയഴിക്കൽ. അവിടെ രണ്ട് മഹാക്ഷേത്രങ്ങളുണ്ട്, കാശി വിശ്വനാഥ ക്ഷേത്രവും അതുപോലെ വടക്കേനട ഭഗവതി ക്ഷേത്രം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ നമുക്ക് കഴിഞ്ഞ് അവസാന ഘട്ടത്തിലാണെന്ന് തോന്നുന്നു. വളരെ വലിയൊരു ക്ഷേത്രമാണ് ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി രൂപ മുടക്കിയുള്ള ക്ഷേത്രമാണ്. അവിടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദ്യോഗത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലവും. അതുപോലെ ആലപ്പാട് പഞ്ചായത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും സ്കൂളുകളും ഹോസ്പിറ്റലുകളുമുണ്ട്. ചെറിയഴിക്കൽ കഴിഞ്ഞുള്ള പ്രദേശമാണ് ആലപ്പാട്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ പ്രദേശം ഇതാണ്. ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ പാർവതി ദേവി ജനിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ പാർവതി ദേവി ജനിച്ച കൊട്ടാരം ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആലപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആലപ്പാട് കഴിഞ്ഞു വരുമ്പോഴുള്ള പ്രദേശമാണ് കുഴുത്തറ. കുഴുത്തറയിൽ വളരെ പ്രശസ്തമായ രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് കുതുക്കശ്ശേരി ദേവി ക്ഷേത്രം, അതുപോലെ കുഴുത്തറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. രണ്ടും വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. വളരെ പേരുകേട്ട സ്ഥലമാണ് കുഴുത്തറ. കുഴുത്തുറ കഴിഞ്ഞുള്ള അടുത്ത പ്രദേശമാണ് പറയകടവ്. സാക്ഷാൽ ശ്രീ മാതാ അമൃതാനന്ദമായി ജനിച്ച പ്രദേശം. അമ്മയുടെ ആശ്രമം ഇപ്പോൾ ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട് അവിടെ, ശ്രീ പൊന്ന ഭഗവതി ക്ഷേത്രം. ആലപ്പാട് പഞ്ചായത്ത് ഒരു മത്സ്യബന്ധന ഗ്രാമമാണ്. ഇവിടെ ഈ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധന യാനങ്ങൾ കൂടുതൽ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ്. നേരത്തെ ചെറിയഴിക്കലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സംഭവമുണ്ട്. CFA വളരെ പ്രശസ്തമായ ഒരു ഫുട്ബോൾ അസോസിയേഷനാണ് CFA, ചെറിയഴിക്കൽ ഫുട്ബോൾ അസോസിയേഷൻ. പുതുതലമുറയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. കേരളത്തിലുടനീളം പ്രശസ്തമായ ഒരു ക്ലബ്ബാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് ഈ തിരക്ക് കുറഞ്ഞ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ. ഞാനിങ്ങനെ റോഡിലൂടെ സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചരിക്കുമ്പോൾ ചുറ്റിനുമുള്ള ക്ഷേത്രങ്ങളിലോ മറ്റ് പ്രശസ്തമായ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും കയറിയിട്ടില്ല. റോഡിലൂടെയുള്ള യാത്ര മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പറയകടവ് കഴിഞ്ഞുള്ള സ്ഥലമാണ് സ്രായിക്കാട്. അവിടെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, പശ്ചിമേശ്വരം ക്ഷേത്രം. വളരെ പ്രശസ്തമാണ് സ്രായിക്കാട് ക്ഷേത്രം. അതുപോലെ ഈ അടുത്ത് തന്നെ ഈ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വന്ന സമയത്ത് അവിടെ കുറേ കുട്ടികൾ, ആ സ്കൂളിലെ സ്രായിക്കാട് സ്കൂളിലെ കുറേ കുട്ടികൾ വെളിയിൽ ഇറങ്ങി നിന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഇറങ്ങി വണ്ടിയിൽ നിന്നിറങ്ങി അവർക്ക് ചോക്ലേറ്റൊക്കെ കൊടുക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ അന്ന് ആ സമയത്ത് ഭയങ്കര വൈറലായിരുന്നു. പണ്ടാരത്തുരുത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു സംഭവമുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ പള്ളിക്ക് ഏകദേശം 500 വർഷത്തെ പഴക്കം എടുക്കാണ്. പോർട്ടുഗീസുകാർ പണിത പള്ളിയാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്, ഒരു കുടുംബം മാത്രമേ ഉള്ളൂ.
അവിടെയുള്ള ഹിന്ദുക്കളാണ് അതൊക്കെ നടത്തി പോകുന്നത്. പിന്നെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, പ്രത്യേകതയല്ല, ഇവിടെ ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല. മുസ്ലിം പള്ളികളൊന്നും ഈ ഒരു പഞ്ചായത്തിലില്ല, എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ, ഇല്ല. ഞാൻ ഈ വരുന്ന വഴിയിലൊന്നും കണ്ടിട്ടില്ല. അത് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ അവിടെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ, മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, തീർച്ചയായിട്ടും പള്ളിയും വന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല. ആലപ്പാടിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ എടുത്ത എല്ലാ ഫൂട്ടേജും കാണും. കാരണം അതിൻ്റെ അതൊന്നും വെട്ടിമാറ്റുന്നില്ല. കാരണം വെട്ടിമാറ്റാനൊന്നും ഇല്ല. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്, കടൽ തീരത്തൂടെയുള്ള യാത്രയാണ്. അതിൻ്റെ അകത്ത് വെട്ടിമാറ്റാനൊന്നുമില്ല. ഒരു രസമാണ് ഈ യാത്ര, അനുഭവിച്ചു തന്നെ അറിയാം. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ്, കടലിൽ നിന്ന് ലൈവായിട്ട് മീൻ പിടിച്ച് വിൽക്കുന്നത്. അവിടെ തന്നെ ആൾക്കാർ ഈ കളപ്പുറത്തിട്ട് തന്നെ വിൽപ്പന നടത്തുന്നുണ്ട്. ഫ്രഷ് മീൻ കിട്ടും. ഈ റോഡ് കണ്ടോ, അടിപൊളി റോഡാണ്. ഏകദേശം 8 വർഷത്തിന് മുകളിലായി കാണും ഈ റോഡ് പണിഞ്ഞിട്ട്. അതിനുശേഷം 8 വർഷത്തിനിടയ്ക്ക് മെയിൻ്റനൻസ് വർക്കുകളൊന്നും നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ്, അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള റോഡാണിത്. കടലാക്രമണങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഈ റോഡ് ചലിച്ചിട്ട് പോലില്ല, തകർന്നിട്ടില്ല. അത്ര ഗംഭീരമാണ് റോഡ്. കേരളത്തിലുടനീളം ഇതുപോലെയുള്ള റോഡുകൾ പണിയണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. സ്രായിക്കാട് കഴിഞ്ഞുള്ള അടുത്ത പ്രദേശമാണ് അഴീക്കൽ. അഴീക്കലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്, സുനാമിക്ക് അന്ന് 150-ൽ പരം ആൾക്കാർ മരിച്ചിട്ടുണ്ടാകും, കുട്ടികളും വൃദ്ധരായിട്ടുള്ള ആൾക്കാർ. ആ ഒരു ഭീകര ദൃശ്യങ്ങൾ, അന്നത്തെ ആ ഒരു കടലിൻ്റെ ഭീകരതാണ്ഡവം, അല്ല ഭീകര ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. അഴീക്കൽ എന്ന് പറയുന്ന പ്രദേശം വളരെ വലിയൊരു പ്രദേശമാണ്. അവിടെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, അഴീക്കൽ വടക്കും തെക്കും. ആ തെക്ക് വശത്ത് വളരെ പ്രശസ്തമായ ക്ഷേത്രമുണ്ട്, അഴീക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെ അഴീക്കലാണ്, ഈ അഴീക്കൽ തെക്ക് വശമാണ് സുനാമിയുടെ സ്മാരകമുള്ളത്. അഴീക്കൽ വടക്കുവശമാണ് ശ്രീ പൂക്കോട്ട് ദേവി ക്ഷേത്രമുള്ളത്, വളരെ പ്രശസ്തമാണ്. അതിൻ്റെ അടുത്താണ് അഴീക്കൽ ബീച്ചും ബോസ്റ്റിംഗ് പാലവും ഉള്ളത്, കൊല്ലം ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന. ആലപ്പാട് പഞ്ചായത്തിലെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഒരു നീളത്തിലങ്ങ് കിടക്കില്ല. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റോഡിൽ കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ടച്ച് ചെയ്യാൻ പറ്റും. കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പഞ്ചായത്തുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എൻ്റെ പ്രത്യേകത, ഈ ആലപ്പാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഒരു റോഡിൽ കൂടെ, ഒരു മെയിൻ റോഡിൽ കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ടച്ച് ചെയ്യാം. കാരണം നീളം മാത്രമേ ഉള്ളൂ, വീതി അല്പം കുറവാണ്. കടലാക്രമണമൊക്കെ നേരിടുന്ന ഒരു പഞ്ചായത്താണ്, ഏത് സമയത്തും ഇല്ലാതായിപ്പോകാൻ സാധ്യതയുണ്ട്. കടലിന് തൊട്ടടുത്തായതുകൊണ്ട് ഇവിടെ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കുറച്ച് നാൾ മുമ്പ് വലിയ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കലാപരമായിട്ടും കായികപരമായിട്ടും ഒക്കെ മുമ്പന്തി നിൽക്കുന്ന ഒരുപാട് താരങ്ങളുള്ള ഒരു നാട് കൂടിയാണ് ആലപ്പാട്. നാനാജാതി മതസ്ഥർ വേർതിരിവില്ലാതെ കഴിയുന്ന അതിമനോഹരമായൊരു പ്രദേശമാണ് ആലപ്പാട്. അഴീക്കലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. അവിടെ വളരെ പ്രശസ്തമായൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, വളരെ പ്രശസ്തമാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്നൊരു പള്ളിയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയം, അഴീക്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയം. അവിടെ ഈ ചെങ്ങാടപ്പെരുന്നാളെന്ന് പറയുന്ന സംഭവമുണ്ട്. ജനുവരി മാസത്തിലാണ് നടക്കുന്നത്. വളരെ പ്രശസ്തമാണ്. കായലിലൂടെ ചെങ്ങാടങ്ങളെ ഒരുക്കി, അടിപൊളിയാണ്. അത് നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഒരുപാട് ആൾക്കാർ അത് കാണാൻ വേണ്ടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആ പള്ളി പരിസരത്ത് അഴീക്കൽ എത്തുന്നുണ്ട്. ഇവിടെ പക്ക രാഷ്ട്രീയമുള്ള സ്ഥലമാണ്, പച്ചയായിട്ടുള്ള രാഷ്ട്രീയമുള്ള സ്ഥലമാണ്. പക്ഷേ അക്രമ രാഷ്ട്രീയമില്ല. എല്ലാവർക്കും അവരുടേതായ നിലപാടുകളുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 പാർട്ടികളും ഇവിടെ സജീവമാണ്. BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും. മുൻപന്തി നിൽക്കുന്നത് CPM-ഉം കോൺഗ്രസുമാണ്. അതെല്ലാം നമ്മുടെ കേരളത്തിൽ പൊതുവെ അങ്ങനെയാണല്ലോ. ഇവിടെ ഹർത്താലുകളും ബന്ധുക്കളും ഒന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല. എൻ്റെ അറിവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ പാലങ്ങളുള്ള ഒരു പഞ്ചായത്ത് ചിലപ്പോൾ ആലപ്പാടായിരിക്കും കേട്ടോ. എൻ്റെ അറിവിൽ അതാണ്. ഞാൻ പറഞ്ഞാൽ എത്ര പാലം ഉണ്ടെന്നേ. ഈ വടക്കുന്ന് വന്നു കഴിഞ്ഞാൽ അഴീക്കൽ ആ ബോസ്റ്റിംഗ് പാലം വന്നു. അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇടച്ചിറയിലൊരു പാലമുണ്ട്. അത് കഴിയുമ്പോൾ അഴീക്കൽ പാലമുണ്ട്, വലിയ പാലം, അത് ബീച്ചിലോട്ടൊക്കെ പോകുന്ന പാലം. അത് കഴിയുമ്പോൾ അമൃതാനന്ദമയുടെ അമൃത സേതു എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. അത് കഴിയുമ്പോൾ ചെറിയരിക്ക പാലമുണ്ട്.
പിന്നീട് ഉള്ളത് പണിക്കർക്കടവ് പാലം. അത്രയും പാലങ്ങൾ ഈ ഒരു പഞ്ചായത്തിൽ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇനിയും പുതിയ പാലങ്ങളൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് മാതാ അമൃതാനന്ദമയുടെ ആശ്രമത്തിന് മുൻപിലൂടെയാണ്. എൻ്റെ ചില പരിമിതമായ അറിവുകളിൽ നിന്ന് സംഘടിപ്പിച്ച വിവരങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എൻ്റെ അഗാധമായ നന്ദി രേഖപ്പെടുത്തുന്നു. Do you think we'll ever go back down? I don't know.